അധികാരത്തിൽ വന്നപ്പോൾ പാവം സ്ത്രീകളെ പറ്റിക്കുന്നു, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിവില്ലാത്തൊരു സർക്കാരെ, വി ഡി സതീശന്റെ സർക്കാരെ, രാജിവെച്ചു പുറത്തു പോകൂ, രാജിവെച്ച് പുറത്തു പോകൂ. UDF സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര മുഴുവൻ ബസ്സുകളിലും അനുവദിക്കാത്തതിലാണ് BJPയുടെ പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ ഭാഗമായി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പൊന്നാനി KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. പള്ളപ്പുറത്ത് നിന്ന് പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ഡിപ്പോക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം BJP സംസ്ഥാന സമിതി അംഗം KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. KSRTCയുടെ മുഴുവൻ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു സ്ത്രീകളും പറഞ്ഞില്ല, കോൺഗ്രസുകാരോട് പറഞ്ഞില്ല ഞങ്ങൾക്ക് സൗജന്യം വേണം, ഞങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി അദ്ദേഹമാണ് കേരളത്തിൽ വന്ന് പറഞ്ഞത് ഇത് എന്താ ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ഞങ്ങൾ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഒരു പടി കൂടി കടത്തി പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾക്ക് ടൂറ് പോകാം, മൂന്നാറിൽ പോകാം, ബാംഗ്ലൂരിൽ പോകാം, KSRTC എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പോകാം, അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ടൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സൗജന്യമായി പോകാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ്. ഇവിടെ ഓർഡിനറി ബസ്സുകൾ എന്ന് പറയുന്ന ഓടിയിരുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷെ 15-ാം തീയതി രാവിലെ ആയപ്പോ ഒരു വലിയ മറിമായം നടന്നു. എന്താണെന്നറിയോ? ആ ഓർഡിനറി ബസ്സുകളുടെയൊക്കെ മുകളില് ഓർഡിനറി എന്ന് എഴുതിയിരുന്ന സ്ഥലത്ത് സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതി വെച്ചു. എന്താ സിറ്റി ഫാസ്റ്റിന്റെ പ്രത്യേകത? സിറ്റി ഫാസ്റ്റ് ബസ്സുകളിൽ സൗജന്യ യാത്രയില്ല. മൂന്നാറിലേക്ക് പോണ്ട, അതിനപ്പുറത്തേക്ക് ഒരു 10-25 കിലോമീറ്റർ പോകുന്ന ബസ്സുകളിൽ സൗജന്യ യാത്രയില്ല. അത്തരത്തിലുള്ള ഒന്നുമില്ല. പിന്നെ ആകെയുള്ളത് കുറച്ച് ഓർഡിനറി ബസ്സുകളാണ്. ഏതാണ്ട് ഓർഡിനറി ബസ്സുകൾ എന്ന് പറയുന്നത് 2000-ൽ താഴെയാണ്. അതിൽ പലതും സിറ്റി ഫാസ്റ്റായി, പലതും കട്ടപ്പുറത്താണ് ഓടുന്നത്. 4-3 ഏഴെണ്ണമാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇതുകൊണ്ട് ആർക്കാ ഗുണം? ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പാടുണ്ടോ? ഈ കേരളത്തിലെ സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കാൻ പാടുണ്ടോ? ഇതിലും വലിയ പറ്റിക്കൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എനിക്ക് അന്നേ സംശയമുണ്ട്. ആ പപ്പുവോട് വന്ന് പറയുന്ന സമയത്തെ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇതൊരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി, പറ്റിക്കുന്നതിന് വേണ്ടി നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയാണ് എന്ന്. BJP ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതീഷ് M, സുബിഷ രമേശ്, സത്താർ ഹാജി, ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. PC നാരായണൻ സ്വാഗതവും KP മണികണ്ഠൻ നന്ദിയും പറഞ്ഞു.